നിങ്ങൾ ആരെങ്കിലും ശേഖര മേനോന്റെ ബോഡി തൊട്ടിട്ടുണ്ടോ? ഇല്ല. എന്താണ് ഇവിടെ? എന്താ ഇവിടെ? പട്ടാ പകലൊരു വേറെ ആരോ നടക്കാൻ. സർ പ്ലീസ്, ഞാൻ അദ്ദേഹത്തെ ഷൂട്ട് ചെയ്തേ. സർ പ്രതാപ, പറയൂ, എന്താ കാര്യം? നടന്നോ? നടന്നു ചേച്ചി. ഞാൻ ശേഖരനെ വെടിവെച്ചു. എന്നിട്ട്? ശേഖരനെ വെടിവെച്ച ഉടനെ തന്നെ ഞാൻ അവിടെ നിന്ന് ഓടി മറ്റൊരിടത്ത് പോയി ഒളിച്ചിരുന്നു. വിശാൽ എന്നെ തിരക്കി പുറകെ വന്നെങ്കിലും അവനെന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോ വെടിവെച്ചത് നീയാണെന്ന് അവന് മനസ്സിലായില്ലല്ലോ? ചേച്ചി, ഞാൻ മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാ മനസ്സിലാവുന്നേ? അതുമാത്രമല്ല, അവനെന്നെ ഒറ്റ നോട്ടേ കണ്ടിട്ടുള്ളൂ. അതിനുള്ളില് ഞാൻ അവിടെ നോടി ഒരു മതിലെ അടി ഒളിച്ചു. എടാ, എന്നിട്ട് പറയേ, ശേഖരന് ജീവനുണ്ടോ അതോ അയാൾ ചത്തോ? അത് ഉറപ്പില്ല. പക്ഷെ അയാള് വെടികൊണ്ട് വീണ നേരത്ത് അവിടെ പാർവതിയും ഗാർഗിയും വന്നിരുന്നു. അവരവിടെ വന്നോ? വന്നു മാത്രമല്ല, വിശാൽ എന്നെ അന്വേഷിച്ച് വന്ന നേരത്ത് ശേഖരമേനോൻ പാർവതിയോട് എന്തോ പറയുന്നതായിട്ട് കണ്ടു. അന്നേരം ഞാൻ കുറച്ച് അകലത്തായിരുന്നോണ്ട് അയാൾ എന്താ അവളോട് പറഞ്ഞെന്ന് എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റിയില്ല. എന്നിട്ട് അതിനെ അപകടം ആവൂടാ? അതൊക്കെ പോട്ടെ, ആ എസ്ഐയും പോലീസുകാരും അവിടെ എത്തിയോ? അവര് വന്നു. അവര് വിശാലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ശേഖരനെ ഒരു ആംബുലൻസ് വന്ന് ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. പ്രതാപ, ശേഖരൻ ആശുപത്രിയിൽ വെച്ച് ജീവൻ വീണാൽ, അയാള് രക്ഷപ്പെട്ട, നമ്മുടെ കാര്യങ്ങളെല്ലാം വീണ്ടും പരാജയപ്പെടും. അതുകൊണ്ട് നീ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ ഒരു കാര്യം ചെയ്യ, നീ വേഗം ആശുപത്രിയിലെത്ത്. എന്നിട്ട് ആരും കാണാതെ അവിടെ വെച്ച് അയാളുടെ കഥ കഴിക്കണം. അയ്യോ ചേച്ചി, ഞാനിപ്പോ എങ്ങനെ അവിടെ പോയി? പ്രതാപ, നിന്ന് തിരിയാതെ നീ വേഗം ഞാൻ പറഞ്ഞത് കേട്ടെ. പെട്ടെന്ന് ആശുപത്രിയിലേക്ക് ചെന്നേ. ചേച്ചി, ഞാൻ
പാർവതി, ഗാർഗി, ഗാർഗി, എനിക്ക് എനിക്ക് എപ്പോഴാവുക അവിടെ സ്റ്റേഷനില് വിശാൽ സാറിനെ എസ്ഐയും പോലീസുകാരും കൂടി ഉപദ്രവിക്കോ? കള്ളം പറയുന്നോടാ. തോക്കുമായി പട്ടാപ്പകൽ പാർക്കിനുള്ളിൽ കയറിയിട്ട് ഒരുത്തനെ കൊല്ലാൻ വേണ്ടി വെടിവെച്ചിട്ടോ അഭിനയിക്കുന്നോ നീ? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ ഇടിച്ച് കൂമ്പ് കളക്കും ഞാൻ. സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനല്ല ശേഖരമേനോനെ വെടിവെച്ചത്. നീ അല്ല അത് ചെയ്തതെങ്കിൽ പിന്നെ നീ എന്തിന് തോക്കും കൊണ്ട് ആ പാർക്കിൽ വന്നു? അത് നിന്റെ തോക്കല്ലേ? അതെ, അത് എന്റെ തോക്ക് തന്നെയാണ്. അത് നീ തന്നെയല്ലേ പാർക്കിൽ കൊണ്ടുവന്നത്? അതെ. എന്തിന്? ചോദിച്ചത് കേട്ടില്ലേ? എന്തിന് തോക്കുമായിട്ട് നീ അവിടെ വന്നു? പറയടാ, പറയാൻ. അത് ശേഖരമേനോനെ കൊല്ലണമെന്ന് കരുതി തന്നെയാ തോക്കുമായി അയാളെ കാണാൻ വന്നത്. അങ്ങനെ വഴിക്ക് വാ. ശേഖരമേനോനെ കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യവുമായി പാർക്കിലെത്തിയ നീ അയാളുടെ നേരെ വെടിയുതിർത്തു. അതാണ് സത്യം. അല്ല സർ, അതൊന്നും അല്ല സത്യം. ശേഖരമേനോനെ കൊല്ലാൻ വേണ്ടി ചെന്നത് ഞാനാണെങ്കിലും അയാളെ വെടിവെച്ചത് ഞാനല്ല. വെറുതെ എന്റെ കൈക്ക് മെനക്കേട് ഉണ്ടാക്കരുത് നീ. മര്യാദയ്ക്ക് ചെയ്ത കുറ്റം സമ്മതിച്ചിട്ട് ഏറ്റു പറഞ്ഞോ, ഇല്ലെങ്കിൽ നീ ഇഞ്ച പരുവാവും മോനെ. ചെയ്യാത്ത കുറ്റം ഞാൻ എങ്ങനെയാ ഏൽക്കുന്നത്? ശേഖരമേനോനെ വെടിവെച്ചത് ഞാനല്ലെന്ന് പറഞ്ഞില്ലേ? അയാളെ വെടിവെച്ചത് മറ്റാരോ ആണ്. വിശാലേ, വെളച്ചിലെടുക്കരുത് നീ. സാറിന് വിശ്വാസമായില്ലെങ്കിൽ സാർ ആ തോക്കൊന്ന് പരിശോധിക്കുക. അത് ഫുള്ളി ലോഡഡ് ഗണ്ണാണ്. മുഴുവൻ ബുള്ളറ്റ്സും അതിലിപ്പോഴും ഉണ്ട്. ഒരു ബുള്ളറ്റ് പോലും പുറത്തു പോയിട്ടില്ല. ശേഖരമേനോനെ ഞാനാണ് വെടിവെച്ചതെങ്കിൽ അതിൽ നിന്ന് ഒരു ബുള്ളറ്റ് മിസ്സാവണമല്ലോ. അത് ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചതാ. ഇടാ വിശാലേ, അതിലുള്ള ഒരു വെടിയുണ്ട മിസ്സിംഗ് ആണ്. അത് അതിലുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ അത് എവിടെ പോയി? പാർക്കിൽ വന്നപ്പോ ആ തോക്ക് ഫുള്ളി ലോഡഡ് ആണെന്ന് താൻ പറഞ്ഞതല്ലേ? ഉറപ്പാണ്. എങ്കിൽ അത് എവിടെ? വരുന്ന വഴിക്ക് കളഞ്ഞുപോയോ? ഇല്ലല്ലോ. എടോ, ആ ബുള്ളറ്റ് ആണ് ശേഖരമേനോന്റെ ബോഡിയിലുള്ളത്. അത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കളക്ട് ചെയ്തോളാം. സർ, ഞാനല്ല ശേഖരമേനോനെ ഷൂട്ട് ചെയ്തത്. ഞാനല്ല. വിശാലേ, തെളിവുകളെല്ലാം തനിക്ക് പ്രതികൂലമാണല്ലോടോ. അതുകൊണ്ട് ഇവിടെ കിടന്ന് വെറുതെ വാദപ്രതിവാദം നടത്തി തന്റെ തൊണ്ടയിലെ വെള്ളം വറ്റിക്കണ്ട. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതങ്ങ് കോടതി പറഞ്ഞാൽ മതി. അയ്യോ, കോൺസ്റ്റബിൾ, ഇവനെ പിടിച്ച് ലോക്കപ്പിലിടോ. മോനെ, അയ്യോ സാർ, എന്റെ മോനെ ഒന്നും ചെയ്യരുത്. അവൻ നിരപരാധിയാണ് സാർ. അവൻ അറിയാതെ പോലും ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്തവനാണ് സാർ. സാറേ, എന്റെ മോനെ ഒന്ന് വെറുതെ വിടണം പ്ലീസ്. അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? സാർ, എന്റെ മോനെ ഉപദ്രവിക്കരുത്. ഇവനെതിരെ കേസ് എടുക്കരുത് സാർ. എന്റെ മോനെ വെറുതെ വിടണം സാർ, പ്ലീസ് സാർ. തെളിവുകൾ അടക്കമാ ഇവനെ പൊക്കിയിരിക്കുന്നത്. അയ്യോ,
അതുകൊണ്ട് നിങ്ങൾ വാന്ന് പറഞ്ഞ ഉടനെ അങ്ങനെ വിടാനൊന്നും പറ്റില്ല. ഇവൻ തന്നെ ആ ശേഖരമേനോനെ വെടിവെച്ചതും. വിശാൽ, എടാ, ഈ സാറ് പറയുന്നത് സത്യമാണോ? മോനെ, നീയാണോ ശേഖരമേനോനെ വെടിവെച്ചത്? എന്തിനാടാ ഈ അമ്മയ്ക്ക് വേണ്ടി നീ ശേഖരമേനോനെ വെടിവെച്ചത്? അമ്മേ, ഞാനല്ല. സർ, ദേ, എന്റെ മോനല്ല ശേഖരമേനോനെ വെടിവെച്ചത്. അയാളെ വെടിവെച്ചതേ ഈ ഞാനാണ്. വിശാൽ അല്ല കുറ്റക്കാരൻ, ഞാനാണ്. ഞാൻ ഈ പ്രഭാവതി. ശേഖര മേനോനോടുള്ള പക തീർക്കാൻ വേണ്ടി ഞാൻ അയാളെ വെടിവെച്ചു. എന്റെ മോൻ നിരപരാധിയാണ് സർ. ഈ കുറ്റം ഞാൻ ഏറ്റെടുക്കുന്നു സർ. പ്ലീസ് സർ, എന്നെ അറസ്റ്റ് ചെയ്യണം. എന്നെ ലോക്കപ്പ് ചെയ്യണം. എന്നെ ലോക്കപ്പ് ചെയ്യണം സർ. ഏയ്, അമ്മേ, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? അമ്മേ, ഛേ, അമ്മേ, അമ്മ എന്തിനാ ഇത് ഏറ്റെടുക്കുന്നത്? ശേഖര മേനോനെ വെടിവെച്ചത് ഞാനല്ല, അത് മറ്റാരോ ആണ് അമ്മേ. അയാളെ കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസിനാണ്. അവരത് കണ്ടുപിടിച്ചോളും. അമ്മ ഇങ്ങോട്ട് ഇറങ്ങിയേ. ഇല്ല ഇല്ല, എന്നെ ഇവരെ അറസ്റ്റ് ചെയ്തോട്ടെ. അതിന്റെ പേരിൽ ജയിലിൽ കിടക്കാൻ ഞാൻ തയ്യാറാ. നിങ്ങളൊന്ന് ഇങ്ങോട്ട് ഇറങ്ങിയേ. നിങ്ങൾ എന്തിനാ ലോക്കപ്പ് കയറിയിരിക്കുന്നേ? ഇങ്ങോട്ട് ഇറങ്ങാൻ. ഇല്ല, ഞാൻ ഇറങ്ങില്ല. ഈ കേസിൽ എന്നെ പ്രതിയാക്കാതെ ഞാൻ ഇതിനകത്ത് നിന്ന് ഇറങ്ങില്ല. നിന്നോട് ഇങ്ങോട്ട് ഇറങ്ങാനല്ലേ പറഞ്ഞത്? അമ്മേ, ഒന്ന് ഇറങ്ങമ്മേ. ഇല്ല മോനെ, ഞാൻ ഇറങ്ങത്തില്ല. നീയല്ല, ഞാനാ പ്രതി. ഞാനാ ശേഖരമേനോനെ വെടിവെച്ചത്. WBC ഇവരെ പിടിച്ച് പുറത്താക്ക്. യെസ് സാർ. മാഡം ഇങ്ങോട്ട് ഇറങ്ങി. മാഡം ഇങ്ങോട്ട് ഇറങ്ങ് പ്ലീസ്. മാഡം പറഞ്ഞ കേക്ക്. ഇല്ല, ഞാൻ വരില്ല. മാഡം പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കൂ. മാഡം ഞാൻ വരത്തില്ല. ഇങ്ങോട്ട് ഇറങ്ങ്. മാഡം വിശാൽ, അമ്മേ, അമ്മയോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാ. അമ്മ ദയവ് ചെയ്ത് ഇപ്പൊ ഇവിടെ നിന്ന് പോണം. എടാ മോനെ, ഈ കേസിൽ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ശേഖരമേനോന് ബോധം തെളിയും. അദ്ദേഹം മരണത്തിൽ നിന്നും രക്ഷപ്പെടും. അപ്പോ ഞാൻ നിരപരാധിയാണെന്ന് അദ്ദേഹം തന്നെ പോലീസിനോട് പറഞ്ഞോളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെന്നെ വെറുതെ വിടും. അമ്മ ചെല്ല്. അമ്മ വീട്ടിലേക്ക് പോവോ. എടാ മോനെ, ഞാൻ ഈ കേസിൽ രക്ഷപ്പെടുമെന്ന് ഞാൻ ഉറപ്പ് പറയല്ലേ. പിന്നെന്താ? പ്ലീസ് അമ്മേ, അമ്മ തിരികെ പൊയ്ക്കോ. നിങ്ങൾ ഇവിടുന്ന് മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിച്ച് നിങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ടി വരും. ചെല്ലേ. മോനെ, നീ വിഷമിക്കണ്ട. നിനക്കൊന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ ഇതിനുള്ളിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഞാൻ പുറത്തിറക്കും. എന്റെ മോൻ സമാധാനത്തോടെ ഇരിക്കെ. അമ്മ ഇപ്പൊ പോകുന്നത് അതിനു വേണ്ടിയാ. ഞാൻ പോയിട്ട് വേഗം വരാം മോനെ. ഇവന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ശേഖരൻ മരണത്തെ അതിജീവിക്കാൻ പോവല്ലേ. അവനെ ജീവനോടെ ഞാൻ വെച്ചേക്കില്ല. അവൻ മുകളിലേക്ക് തന്നെ പോകും. ഇവൻ ജയിലിലേക്കും. എന്റെ ഈ പ്ലാൻ മാറ്റിമറിക്കാൻ ഇനി ദൈവത്തിന് പോലും സാധിക്കില്ല.
എന്റെ ഉദയനൂരമ്മ, ശേഖരമുത്തശ്ശന്റെ ജീവന് ആപത്തൊന്നും വരുത്തരുത്. അദ്ദേഹത്തിനെ രക്ഷിക്കണേ. ഗാർഗി, ഞാൻ ശേഖരമുത്തശ്ശന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. മുത്തശ്ശൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരണം. നടന്ന സംഭവങ്ങളൊക്കെ മുത്തശ്ശൻ പോലീസിനോട് തുറന്നു പറയണം. വിശാൽ സാറല്ല മുത്തശ്ശനെ വെടിവെച്ചതെന്ന് മുത്തശ്ശൻ പോലീസിനോട് പറഞ്ഞ വിശാൽ സാറ് രക്ഷപ്പെടുമല്ലോ. മുത്തശ്ശൻ രക്ഷപ്പെടും പാർവതി. നീ സമാധാനമായിട്ടിരിക്കെ. വിശാൽ ബ്രോയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഡോക്ടർ, ഡോക്ടർ, പേടിക്കാനൊന്നുമില്ല. പേഷ്യന്റ് അപകടനില തരണം ചെയ്തിട്ടുണ്ട്. കൃത്യസമയത്ത് ആളെ ഇവിടെ എത്തിച്ചത് ഭാഗ്യമായി. അപ്പോ ശേഖരമേനൻ ചത്തില്ലല്ലേ? എന്റെ ഉദയനരമ്മ കാത്തു. മുത്തശ്ശൻ ഓർമ്മ തിരികെ കിട്ടും. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും പാർവതി. പ്രതാപ പറയൂ. ചേച്ചി, അയാൾ ചത്തിട്ടില്ല. ഇപ്പോഴും ജീവനുണ്ടായേക്ക്. ചത്തില്ലേ? ഇല്ല, പക്ഷെ ബോധം വീണിട്ടില്ല. അത് ഭാഗ്യമായി. ഏതായാലും ഈ അവസ്ഥയിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല. പ്രതാപ, അങ്ങനെ ചിന്തിച്ച് സമാധാനിക്കുന്നത് അബദ്ധമാണ്. അത് നമുക്ക് ആപത്താ. ഇപ്പൊ ബോധമില്ലെന്ന് കരുതി എപ്പോഴും അയാൾ ആ അവസ്ഥയിൽ കിടക്കുമെന്നാണോ നീ കരുതുന്നത്? എപ്പോഴെങ്കിലും അയാൾ കണ്ണു തുറന്ന് പോലീസിനോട് നടന്നതെല്ലാം തുറന്നു പറഞ്ഞാലോ? എടാ, നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരും. അല്ല ചേച്ചി, ഇപ്പോ ഹോസ്പിറ്റലിൽ വെച്ച അയാളെ അതിനുള്ളിൽ വെച്ച് തന്നെ തീർക്കണം. ചേച്ചി, ശേഖരമേനോൻ ഇനി ജീവനോടെ ഉണ്ടാവരുത്. കൊന്നേക്കയാളെ. ശേഖരമേനോൻ ചത്തുവെന്ന വാർത്തയുമായിട്ടല്ലാതെ നീ ഇനി എന്റെ മുമ്പിൽ വരരുത്. അല്ല ചേച്ചി, ചേച്ചി, ഹലോ. മനുഷ്യനെ മെനക്കെടുത്ത് നിങ്ങൾക്ക് ആ വെടികൊണ്ടപ്പോൾ ചത്തൂടായിരുന്നു.
സിസ്റ്റർ പേഷ്യന്റിന് ബോധം വന്ന് തുടങ്ങിയെന്ന് തോന്നുന്നു. ബോധം വീണോ? ഡോക്ടർ വന്ന് പരിശോധിക്കണം. ഞാൻ പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരാം.